നിങ്ങൾ നോക്കൂ, ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ട് പിന്നൊരു കാര്യമായിട്ടിക്കട് ഒർത്ത ഞങ്ങളോട്ട് നല്ല ഉപദേശിച്ച നന്മയാക്കയുടെ വിഷയത്തിൽ ഒർത്ത നല്ല നിങ്ങൾ ഉപദേശിച്ച ആ ഉപദേശത്തെ അത് സ്വീകരിക്കാണ്ട് വെച്ചുണ്ടായെങ്കിൽ അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടുകൊണ്ട് നല്ലൊരു നസീഹത്ത് നല്ലൊരു ഉപദേശമായിട്ടിക്കട് ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഞങ്ങൾ അതിനെ ഇൻസൾട്ട് ആക്കിയ ആ നസീഹത്തിന്റെ ഉപദേശത്തെ ഞങ്ങൾ തല്ലിമുട്ട അതൊരു ഞങ്ങൾ സ്വീകരിക്കില്ലാണ്ടായെങ്കിൽ ഞങ്ങളെ ഈമാനെ നഷ്ടപ്പെട്ടു പോണ്ടുകൊണ്ട് മഹാന്മാര് പടിപ്പാടി തന്നറാറ്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്ന ഒരു സംഭവ, അതേ താബീങ്ങൾ പെട്ട കുറെ മഹാന്മാര് ഓർക്ക ഖബറിന് അങ്ങനെ സൈഡിൽ ഇങ്ങനെ നടന്നു പോയാറ്. ഖബറിന്റെ സൈഡിൽ നടന്നു പോകുമ്പോ കഴിഞ്ഞിട്ട് ഒരു അസറ സമയത്തിനായിട്ട് നടന്നുകൊണ്ട് പോണ്ടോ ആ ഖബറിലെ കൂടത്തിൽ ഒരു ഖബറില് അസറ സമയത്തില് ഒരു മനുഷ്യ ഖബർ പൊട്ടിട്ട് എനിക്കടാ ഖബർ പൊട്ടിട്ട് എഞ്ചിട്ട് അതേ കത്തെ പുൽപുട്ടതുപോലെ പുൽപുട്രാ മുകളിലും കത്തര രൂപയിടിക്കിട് കാണുക സാധ്യായത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഖബറുൽക പോണ്ട അതേപോലെ മേ വന്നിട്ട് കത്തെ പുൽപുട്ടതുപോലെ കത്തെ അറവായിട്ടതുപോലെ പൊപ്പിടാ എല്ലാം കത്തര രൂപത്തിലായി ഡിക്കിട് കാണുക സാധ്യായത്. ഈ മഹാന്മാര് ഭയങ്കരമായ അദൃശ്യോടോ. എന്നിട്ട് അവിടെ ഒരു ഔത്തുള്ളൊരു പെണ്ണ് കാണ്ടാല് ആ കബറ് മുട്ടയുന്നൊരു ഔത്തിൽ ഒരു പെണ്ണുണ്ട് കേക്കിടാറ്. അത് എന്തൊരു സംഭവ അപ്പ ഇടിക്കിടാൽ ആ പെണ്ണ് ചൊല്ലോ ഓതവിടെ രക കാണ്ട നിക്ക് ആ ഔത്ത് പോയിട്ട് കേക്കുറു നിക്ക് വിഷയം എന്തുകൊണ്ട് കൊന്താവിടൂ. അങ്ങനെ എല്ലാരും അതേ ഔത്ത് പോയാറ്. ആ ഔത്തുള്ളൊരു വയസ്സായൊരു ഉമ്മ ഉണ്ട്, വയസ്സായൊരു ഉമ്മ ഉണ്ട് ഔത്തുളു. ആ ഉമ്മറട്ടെ കേട്ടാറ് ആ ഖബറാരേ ആ ഖബറിലൊരു നല്ലൊരു ചെറുപ്പക്കാരെ ഇല്ലേ അതാ ഖബറ് പൊട്ടിട്ട് എഞ്ചിട്ട് കത്തര പൂപ്പിട്ട് പോലെ പൊപ്പിട്ടാ കത്തര രൂപായി ഡിക്കിട് കാണോ സാധ്യോടോ. അവിടെ ചെന്നാറ് നിങ്ങൾ ഒത്തി കേക്കുക പേനായിട്ട് എന്തൊരു വിഷയാണ്ട് കേൾക്കുമ്പോ ആ ഉമ്മ ചൊന്തു ഞാൻ ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഓതിയോണ്ടിന്നെ ഞാൻ ഖുർആൻ ഓതിയോണ്ടിന്നെ ആ സന്ദർഭത്തില് അതാ നന്റെ മോണ് ചൊന്ന നന്റെ മോണ് ബൊപ്പിട തുടങ്ങിയ ആ ബൊപ്പിട സമയത്ത് ഞാൻ ചൊന്ന മോണ്ടിട്ടു മോനെ ഈ സമയത്തിൽ നീ ബൊപ്പിടണ്ട ഖുർആൻ ഓതുക ഇല്ല. പിന്നെയും നല്ല നസിയത്ത് ഞാൻ കൊടുത്ത ഖുർആൻ ഓതുമ്പോ നീ പലക്കബരിയോ തീരാ ബൊപ്പിടോ തീരാണ്ട്. പക്ഷേ നന്റെ മോണ് കേട്ടില്ല. പിന്നെയും ഞാൻ ഉപദേശിച്ച അപ്പ ഇടിക്കിട് നന്റെ മോണു ഏ കെൽത്തി ഓ കത്ത ചൊന്നിട്ട് നന്റെ വിളിച്ച നന്റെ മോണു. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ നാനും ചെന്ന നാനല്ല കത്തെ നീനെ കത്തയിട്ടിക്കിടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മയോട് മോനെ വിളിക്കിട കത്തന്നെ കെത്തിണ്ടയിടിക്കിട്. ഓ നന്റെ മുഅ്മിനീങ്ങളെ ഉമ്മമാരെ അങ്ങനെ അണ്ട് ചാവൂ. ആ ഉമ്മയുടെ മോണ് മരണപ്പെട്ടു പോണ്ടു. മരണപ്പെട്ടു പോയാൽ പിന്നെ ഇടിക്കിട് ഖബറടക്കിയാറ് പിത്യാണ്ടായിട്ടിക്കിട് ഇങ്ങനെ സംഭവിക്കടേ പിത്യാണ്ടിങ്ങനെ സംഭവിക്കടേ എന്തോ കത്തയുടെ രൂപത്തിലായിട്ടിക്കിട് മോണ്ട കാണോ സാധ്യവിടെ. ഉമ്മടെ കത്ത് വിളിച്ചില്ലേ ഉമ്മടെ കെൽത്തിണ്ട് വിളിച്ച ഉമ്മ നേരെ ചൊന്തു നാണല്ല കത്ത നീ നൈണ്ടിക്കിട്. എന്റെ മുഅ്മിനീങ്ങളെ ഒരു നിലക്കും ഉമ്മക്ക് എതിരായിട്ട് നടക്കോ തീറ വലിയൊരു ജാഗ്രതയാവനായ ഒരു വിഷയം കൂടി ഇടിക്കിട്. ബാപ്പടെ ഗൗരവിക്കണു ഉമ്മടെ ബഹുമാനിക്കണു ഗൗരവിക്കണു ആദരിക്കണു. അങ്ങനെ നസിയത്തും ഉപദേശം ഞങ്ങൾ കേൾക്കണു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ബറക്കത്തുണ്ടു. അത് കൊണ്ടായിടിക്കട് ഉമ്മടെ കത്ത് വിളിച്ച കാരണം കൊണ്ടു
ആ മനുഷ്യപ്പോലും അസറ സമയത്ത് കബറ് പൊട്ടിട്ട് എഞ്ചിട്ട് കത്തര പോലെ മറബായിട്രാ കത്തര പോലെ മേടിക്കറൗണ്ട് അതേ അവന്റെ ആ കോലം കാണുക സാധ്യായിടേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു ഞങ്ങളെ അതിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് കുറെ വിഷയത്തിൽ മഹാന്മാര് പടിപാടി തന്നറാറ്.